കുറച്ച് ആളുകൾക്ക് മുമ്പ് വുള്ളി മാമത്തിന്, അതായത് ഐസേജിൽ കണ്ടുവരുന്ന ഈ ഒരു ഐറ്റത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരുപാട് വാർത്തകളൊക്കെ ഞാൻ കേട്ടായിരുന്നു. അന്നൊക്കെ ഞാനിത് കേട്ടപ്പോൾ എനിക്കൊരു സൈഫൈ ഫീൽ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഏകദേശം 13,000-ഓളം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഐസേജ് കാലഘട്ടത്തിൽ എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുള്ള ഒരു സ്പീഷീസിനെ അവർ റിവൈവ് ചെയ്തെടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരെയും പോലെ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഇനിയിപ്പോ ഒരു ഡൈനോസറിനെ റിവൈവ് ചെയ്തെടുക്കുക എന്നുള്ളത്. അതൊന്നും നടക്കില്ല. കാരണം ഡൈനോസേഴ്സ് ഏകദേശം 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിങ്ക്ട് ആയിപ്പോയ സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ DNA കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതൊരു തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ആണ്. ഇതിനെയാണ് നമ്മൾ ബയോ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു റിമോട്ട് കാർ കളഞ്ഞു കിട്ടി. ആ കാർ ഞാൻ എടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ കാർ പിന്നെ റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റും. ഈ ടോയ് കാർ നന്നാക്കണമെങ്കിൽ ആ കാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള നോളജ്, ആ അറിവ് എനിക്ക് വേണം. ഈ അറിവ് എനിക്ക് പല രീതിയിൽ നിന്നും കിട്ടും. അതായത് ഇതിന് മുമ്പ് ഞാനൊരു ടോയ് കാർ അയച്ചിട്ട് അതിനകത്തുള്ള മെക്കാനിക്സംസ് ഒക്കെ പഠിച്ചെടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു നോളജ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ നെറ്റ് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളോട് എനിക്ക് ആ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് ശരിക്കും ബയോ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള സെൽസിന്റെ അകത്ത് ഈ പറയുന്ന ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ അകത്ത് ഈ പറഞ്ഞ ഇൻഫോർമേഷൻ ആയിട്ടുള്ള DNA ഉണ്ട്. ഈ DNA-യുടെ അകത്ത് ഒരുപാട് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഫോർമേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് പല പല പുതിയ സ്പീഷീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോ മനുഷ്യരുടെ കേസ് എടുക്കുകയാണെങ്കിൽ 23 പെയർ ക്രോമോസോംസ് ഉണ്ട്. അതിന്റെ അകത്ത് ഒരു പെയറിന് ഡിഫറൻസ് വരുമ്പോഴാണ് ആണെന്നും പെണ്ണെന്നുള്ള ഡിഫറൻസ് നമുക്ക് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ മനുഷ്യരുടെ സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ് കാണാൻ പറ്റും, അതിനകത്ത് ക്രോമോസോംസ് കാണാൻ പറ്റും, അതിനകത്ത് DNA എന്ന് പറയുന്ന ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഡബിൾ ഹീലിക് സ്ട്രക്ചർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ക്രോമോസോംസിന്റെ അകത്താണ് ജനറ്റിക്കൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ മനുഷ്യരാണെന്നുള്ളത്, അത് പട്ടിയാണെന്നുള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ക്രോമോസോംസിന്റെ അകത്താണ്. അപ്പൊ ഇത്രയും വർഷങ്ങളുടെ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ കൊണ്ട് മനുഷ്യർക്ക് DNA-യുടെ വർക്കിംഗ് എങ്ങനെയെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ഈ DNA-നെ പല രീതിയിൽ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ സ്പീഷീസിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ടൈപ്പ് സംഭവത്തിനെയാണ് ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫീച്ചർ ചെയ്തിരിക്കുന്ന ഡയർ വുൾഫിനെയാണ് ശരിക്കും അവർ റിവൈവ് ചെയ്തെടുത്തത്. ഈ മാസത്തോടെ ഏകദേശം 3 പപ്പികളെയാണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഏകദേശം 13,000-ഓളം വർഷം പഴക്കമുള്ള ഡയർ വുൾഫിന്റെ പല്ലിൽ നിന്ന് നമുക്ക് DNA സാമ്പിൾസ് കിട്ടാൻ പറ്റും. ഈ DNA സാമ്പിൾ എടുത്തിട്ട് അതിനെ കെയർഫുള്ളി റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായത്. അതിനുശേഷം നമ്മുടെ ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനിമലിന്റെ DNA ഇപ്പൊ ഈ റീകൺസ്ട്രക്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു DNA-യുമായിട്ട് മാച്ചിങ് ആണോ എന്ന് നോക്കി, അതായത് സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ നോക്കി പോയപ്പോൾ ഗ്രേ വുൾഫിന്റെ DNA വളരെ സിമിലർ ആണെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടുവരുന്ന 14 ജീൻസിൽ 20 ഡിഫറൻസ് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഈ 20 ഡിഫറൻസസ് ആണ് ഗ്രേ വുൾഫിനെ ഗ്രേ വുൾഫ് ആക്കുന്നതും ഡയർ വുൾഫിനെ ഡയർ വുൾഫ് ആക്കുന്നതും. ഇനി അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ ഈ 20 ഡിഫറൻസസിനെ നമ്മൾ എങ്ങനെയെങ്കിലും റീകൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ട് ഈ ഡയർ വുൾഫിന്റെ ആ ഒരു DNA-യുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രേ വുൾഫിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള സെൽ, ഇതിന്റെ പേര് EPC എന്നാണ്. ഗ്രേ വുൾഫിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു EPC ഉപയോഗിച്ച് ഡയർ വുൾഫും തമ്മിലുള്ള ഒരു 20 ഡിഫറൻസ് ഇല്ലേ, അതിനെ കണ്ട് നള്ളിഫൈ ചെയ്ത് കളഞ്ഞു. അതായത് EPC ഉപയോഗിച്ച് ഇതിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുകയും ആ ഡിഫറൻസസിനെ എല്ലാം, അതായത് 20 ഡിഫറൻസസിനെ എല്ലാം ഒരേപോലെ ആക്കി കഴിഞ്ഞാൽ സിമിലർ ആക്കി കളഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗ്രേ വുൾഫിനെ നമ്മൾ ശരിക്കും ഡയർ വുൾഫ് ആക്കിയിട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ്. അത് ജനറ്റിക്കൽ റീകൺസ്ട്രക്ഷൻ വഴി നമ്മൾ ഗ്രേ വുൾഫിനെ ഡയർ വുൾഫ് ആക്കി എടുത്തേക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ശരിക്കും ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള സ്പീഷീസുകൾക്ക് പല രീതിയിലുള്ള ഡിഫോമിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ അതിന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ ചില ഓർഗൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ പല പല സംഭവങ്ങളും സംഭവിക്കാം. കാരണം ഇവിടെ എന്തെങ്കിലും ചെറിയ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ആ സ്പീഷീസിന്റെ മൊത്തം ബാലൻസ് തന്നെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളും ചിമ്പാൻസിയുമായിട്ടുള്ള ഒരു DNA-യുടെ ആ ഒരു സിമിലാരിറ്റി ഇപ്പൊ 99% സിമിലർ ആണ്. പക്ഷെ മനുഷ്യരും ചിമ്പാൻസിയും തമ്മിൽ എന്തൊരു ഡിഫറൻസ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ചെറിയൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ പ്രീഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സ്പീഷീസിനെ നമ്മൾ റിവൈവ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞത് തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. മിക്കവാറും ഈ സെഞ്ചുറിയിലത്തെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ അച്ചീവ്മെന്റ് തന്നെയാണ് ഇത്. അപ്പൊ ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ വഴി ഡയർ വുൾഫിന്റെ DNA നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിനെ ഡയർ വുൾഫ് ആക്കി മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിനെ നമുക്കൊരു എംബ്രിയോ ആക്കി മാറണം. അതിനുവേണ്ടി ഗ്രേ വുൾഫിന്റെ ഓവയിലേക്ക് ഈ പറയുന്ന ഈ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തെടുത്ത ഡയർ വുൾഫിന്റെ ന്യൂക്ലിയെ ശരിക്കും ഇഞ്ചെക്ട് ചെയ്ത് വെച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു ഓവ ഫെർട്ടിലൈസ് ചെയ്യുകയും അതൊരു എംബ്രിയോ ആയിട്ട് മാറി. അതിനുശേഷം ഏതൊരു നാച്ചുറൽ പ്രോസസ്സ് പോലെ തന്നെ ഈ ഒരു എംബ്രിയോനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹൗണ്ട് എന്ന് പേരുള്ള ഒരു പട്ടിയുടെ സ്പീഷീസിനെയാണ്. അപ്പൊ അതിന്റെ അകത്തേക്ക് ഈ ഒരു എംബ്രിയോനെ നമ്മൾ പ്ലാന്റ് ചെയ്തു.
അങ്ങനെ 65 ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം 13,000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് എക്സ്റ്റിങ്ക്ട് ആയി പോയിട്ടുള്ള ആ ഒരു ഡയർ വുൾഫിനെ നമ്മുടെ ലോകത്തേക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു പ്രൊസീജിയർ ഒരിക്കൽ സക്സസ് ആയി പിന്നെ അവർ രണ്ടാമത് ചെയ്തു, പിന്നെ മൂന്നാമത് ചെയ്തു. അപ്പൊ ഇപ്പൊ കറന്റ്ലി 3 പപ്പികളെയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും സംഭവം. ഇവിടെ ശരിക്കും ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ, അതായത് റീ എഞ്ചിനീയറിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് വഴി പണ്ട് ജീവിച്ചിരുന്ന ഒരു സ്പീഷീസിന്റെ DNA റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ഉണ്ടായത്. അല്ലാണ്ട് ആ കാലത്തെ സ്പീഷീസിനല്ല നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടെ, എന്റെ ഒരു സെല്ല് എടുത്തിട്ട് അതിന്റെ അകത്തുള്ള DNA ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഒരാളുടെ കൊടുത്തു എന്ന് വിചാരിക്കാം. അദ്ദേഹം എന്റെ ഒരു DNA ഉപയോഗിച്ചിട്ട് എന്നെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് എന്നെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു വ്യക്തിനെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താണ്? ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഞാനും തമ്മിൽ ശരിക്കും കാഴ്ചയിൽ മാത്രമേ സിമിലാരിറ്റി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും 2 വ്യക്തികളായിരിക്കും. അതായത് ഞങ്ങൾ രണ്ടുപേരുടെ സ്വഭാവം വ്യത്യാസം ഉണ്ടാവും, എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് 13,000-ഓളം വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ആ ഒരു സംഭവത്തിനെ നമ്മൾ ഫിസിക്കലി കാഴ്ചയിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാണ്ട് ഒറിജിനൽ ഡയർ വുൾഫിനെ അല്ല നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഫോട്ടോ കോപ്പി നമ്മൾ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് സക്സസ് ആയതോടെ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ വൂളി മാമത്തിനെ കൊണ്ടുവരാനാണ് ശരിക്കും ഇനി അവർ അടുത്തത് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവർ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തെടുത്ത വൂളി മൈസിനെ ഉണ്ടാക്കി, അതായത് വൂളി മാമത്തിനെ പോലെ നിറച്ച് രോമമൊക്കെ ഉള്ള എലികളെ ഉണ്ടാക്കിയെടുത്ു. ഇത് ശരിക്കും പ്രിമിറ്റീവ് സ്റ്റേജ് മാത്രമാണ്. മിക്കവാറും അടുത്ത ഒരു 5-10 വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ കേൾക്കാൻ പറ്റും. അതായത് പ്രീഹിസ്റ്റോറിക് ആയിട്ടുള്ളതും ഐസ് ഏജിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് സ്പീഷീസിനെ, എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ റിവൈവ് ചെയ്തെടുക്കുന്നതൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധ്യത കൂടുതലാണ്. ഏകദേശം 2028ഓടെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഐസ് ഏജിൽ ജീവിച്ചിരുന്ന വൂളി മാമത്തിനെയൊക്കെ റിവൈവ് ചെയ്തെടുക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണ് ഇവിടെ ന്യൂസ് ഒക്കെ പറയുന്നത്. ഇവിടെ ഡയർ വുൾഫിനെ റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡയർ വുൾഫിന്റെ അകത്തുള്ള DNA-യുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള DNA ഉള്ളത് ഇവിടെ ഗ്രേ വുൾഫിനായിരുന്നു. അതുപോലെ തന്നെ വൂളി മാമത്തിനെ റിവൈവ് എടുക്കാൻ വേണ്ടിയിട്ട് വൂളി മാമത്തിന്റെ DNA-യുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ളത് ഏഷ്യൻ എലിഫന്റിനാണ്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ പ്രൊസീജിയർ പോലത്തെ പ്രൊസീജിയേഴ്സ് വൂളി മാമത്തിന്റെ കേസിൽ ചെയ്യുകയാണെങ്കിലും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ പോലെ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ്, എന്തിനാണ് എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്പീഷീസിനൊക്കെ നമ്മൾ റിവൈവ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിനുള്ള റീസൺ എന്താ വെച്ചാൽ, വൂളി മാമത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആന തന്നെയാണ്. അതായത് ആർട്ടിക് റീജിയൻസിൽ ജീവിക്കുന്ന ഒരു ആനയാണ്. ഇവർ ജീവിച്ചു വന്ന ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ എക്സിസ്റ്റൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് വൂളി മാമത്ത് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഫോറസ്റ്റിന്റെ റേറ്റ് വളരെയധികം കുറയും. അതായത് വൂളി മാമത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവിടെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടിച്ചിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നേച്ചർ അതിനോട് അഡാപ്റ്റ് ആവുകയും ഒരുപാട് വലിയ മരങ്ങൾക്ക് വരും ചെറിയ ചെറിയ ചെടികൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവത്തെയൊക്കെ അവർ റിവൈവ് ചെയ്തെടുക്കാൻ നോക്കുന്നത്. ഇതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ട് എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ടുള്ള ഡോഡോ ബേർഡിനെയും പിന്നെ സേബർ ടൂത്ത് ടൈഗർ, അതായത് ഐസ് ഏജ് സിനിമയില്ലേ അതിനകത്ത് കണ്ടുവരുന്ന ഒരു പുലി പോലത്തെ ഒരു സംഭവമില്ലേ, ആ സംഭവത്തിനെയൊക്കെ റിവൈവ് എടുക്കാൻ പറ്റുന്നതാണ് ഇവരൊക്കെ പറയുന്നത്. മിക്കവാറും അവർ റിവൈവ് എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഇത് ജനറ്റിക്കലി ഉണ്ടാക്കിയെടുത്തൊരു സ്പീഷീസ് ആയതുകൊണ്ട് ഇവ നാച്ചുറലി റീപ്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലേക്കുള്ളത്. പക്ഷെ ഇവർ പറയുന്നത് ഏതൊരു സ്പീഷീസിനെ പോലെ ഇവന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഭാവിയിലേക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും എന്താണ്? സയൻസ് ആണ്. അതും ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത് അല്ലേ. ഇതിന് മുമ്പും കോർ ആസ്ട്രോഫിസിക്സ് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ നോക്കിയിട്ടുണ്ട്. അതും ഇലക്ട്രോൺസിന്റെ കാര്യങ്ങളാണെങ്കിലും ബ്ലാക്ക് ഹോൾസിന്റെ കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ടൈം വാർപ്പിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ സയൻസ് ആണ് പറയുന്നത്. അഭിയുഗം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സയൻസ് ചാനലാണ്. ഞാനെന്ന് പറയുന്നത് ഒരു സയൻസ് പേഴ്സൺ തന്നെയാണ്, സയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എന്ന് വെച്ച് സയൻസ് ആണ് എല്ലാം, സയൻസിൽ മാത്രമേ കാര്യമുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. സയൻസിന്റെ നേരെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നതാണ് ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും പൊക്കത്തെടുക്കുന്നതാണ് ശരിക്കും ദൈവം എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റിനോടുള്ള ആ ഒരു വേർഷിപ്പും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും മലയാളികളാണ്. ചെറുപ്പം പോലെ നമ്മുടെ പാരന്റ്സ് ഇതേപോലെ ദൈവത്തെ പറ്റി പറയുകയും അവരിങ്ങനെ അതിനെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഈ ദൈവം എന്താന്നുള്ള കാര്യം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എന്നുള്ള ഒരു തിങ്കിങ്, ഒരു സുപ്പീരിയർ പവർ നമ്മളെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തിങ്കിങ് നമ്മുടെ മനുഷ്യരിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ്? അപ്പോൾ അതിന്റെ പുറകെയാണ് ശരിക്കും ദൈവം എന്നുള്ള സീരീസിന് ഞാൻ ഒരുപാട് വീഡിയോസിനൊക്കെ ചെയ്യുന്നത്. അതിന്റെ മീനിങ് ഞാൻ സയൻസിനെ വിട്ടിട്ട് ദൈവത്തിന്റെ പുറകെ പോയി എന്നല്ല, ആ ഒരു ദൈവം എന്നുള്ള ഒരു കൾച്ചറിന്റെ മീനിങ് എന്താണെന്ന് മാത്രമാണ് ഞാൻ ശരിക്കും അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ പറയുന്നത്. അതായത് പിരമിഡ്സ് ആയിക്കോട്ടെ, പിരമിഡ്സ്
ഞാൻ പണ്ട് പോലെ പറയാറുണ്ട് പിരമിഡ്സിന്റെ അകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിച്ചിരിക്കുന്നുണ്ട്, അല്ലാണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും അതിനകത്ത് വരില്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്തായി, കാഫറെ പിരമിഡിന്റെ അടിയിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചില്ലേ? ആക്ച്വലി പിരമിഡ്സിന്റെ അടിയിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇതിനെ പറ്റിയിട്ടുള്ള റെഫറൻസ് ഒക്കെ എനിക്ക് മുമ്പ് അറിയായിരുന്നു. പക്ഷെ എനിക്കിത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, കാരണം ഇതൊക്കെ ശരിയാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഇങ്ങനെയുള്ള സ്കാനർ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കത് ശരിക്കും കൺഫേം ചെയ്യാൻ പറ്റിയില്ലേ? അതുപോലെ തന്നെ ഞാൻ എന്റെ റിസർച്ചിലൂടെ, അതായത് ഒരുപാട് വർഷങ്ങൾ നീണ്ടുന്ന റിസർച്ചിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് ശരിക്കും ഞാൻ ഓരോരോ വീഡിയോസ് ചെയ്യുന്നത്. അതിന്റെ മീനിങ് സയൻസിനെ വിട്ടിട്ട് ദൈവത്തിന്റെ പുറകെ പോയെന്നല്ല, ദൈവത്തിന്റെ ഒറിജിൻ എന്താണ് അതിന്റെ പുറകെയാണ് ശരിക്കും ഞാൻ പോകുന്നത്. അത് സയന്റിഫിക്കലി നമുക്ക് കിട്ടാവുന്ന സയന്റിഫിക് എവിഡൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ തെളിയിക്കാൻ നോക്കിയാണ്. അത്രേ ഉള്ളൂ, അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കമന്റ് ശ്രദ്ധിച്ചായിരുന്നു, അതായത് വേറെ ഏതൊക്കെ ചാനൽസിൽ എന്നെ പറ്റി ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതിനോടൊപ്പം തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവാത്തതാണ്. ഞാൻ ദൈവത്തിന്റെ പുറകെ അല്ല പോകുന്നത്, ദൈവത്തിന്റെ ഒറിജിന്റെ പുറകെയാണ്. സയന്റിഫിക്കലി മെറ്റീരിയലിസ്റ്റിക് എവിഡൻസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ദൈവത്തിന്റെ ഒരു ഒറിജിൻ എന്താണെന്ന് ശരിക്കും തെളിയിക്കാനാണ് ഞാൻ നോക്കുന്നത്. അതെന്റെ ഒരു റിസർച്ച് മാത്രമാണ്. അത് ശരിക്കും അഭ്യൂഹം മിസ്റ്ററീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഓഫ് വീഡിയോസിനകത്ത് ഇടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് ആൾക്കാർ എന്നെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.